സേഫ്റ്റിയിൽ ഗോൾഡൻ സ്റ്റാൻഡേർഡ്, ഡിസൈനിൽ ഗോൾഡൻ സ്റ്റാൻഡേർഡ്, പക്ഷേ പെർഫോമൻസിൽ ഗോൾഡൻ സ്റ്റാൻഡേർഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ടാറ്റ മോട്ടോഴ്സ് അൾട്രോസിന്റെ ഐ ടെർബോ എന്ന് പറയുന്ന ഈ വേരിയന്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ സോ അൾട്രോസ് ഐ ടെർബോന്റെ റിവ്യൂലോട്ട് സ്വാഗതം. വെൽക്കം ടു പിറ്റ് സ്റ്റോപ്പ് വൺസ് അഗൈൻ. നമ്മളിപ്പോൾ ഐ ടെർബോൻ്റെ വളരെ ക്വിക്കായിട്ടുള്ളൊരു റിവ്യൂ ചെയ്യാൻ പോകുന്നത്. റിവ്യൂ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഐ ടെർബോ ഏതൊക്കെ വേരിയൻസിൽ അവൈലബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ XT, XZ, അതുപോലെ തന്നെ ഒരു പുതിയ ട്രിം അവൈലബിൾ ആണ്, XZ+ എന്ന് പറഞ്ഞിട്ട്. സോ ഐ ടെർബോൻ്റെ റിവ്യൂയിലോട്ട് കിടക്കാം. അതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നമ്മളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജസ് കൂടെ ഫോളോ ചെയ്യുക. അൾട്രോസ് പുതിയ വേരിയൻറ്റിൽ എക്സ്റ്റീരിയറിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയാം. വലിയ ചേഞ്ചസ് ഒന്നുമില്ല, എന്നാലും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ പോയിൻ്റ് ഔട്ട് ചെയ്യാം. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെഹിക്കിളിന് കുറച്ച് വിത്തുള്ള വെഹിക്കിളാണ്. സോ ഇൻറ്റീരിയർ സ്പേസിങ് നല്ല ഡീസൻ്റ് ആയിട്ട് നമുക്ക് തോന്നും. അതുപോലെ തന്നെ ഈ ഇവിടെ LED DRLs വരുന്നുണ്ട്, പ്രൊജക്ടർ ഹെഡ്ലാമ്പ്സ് ആണ് വരുന്നത്. അലോയ് വീൽസ് ഡീസൻ്റ് ആയിട്ടുള്ള കാണാനുള്ള ഒരു അലോയ് വീൽസ് ആണ്. കുറച്ച് സ്പോർട്ടി എലമെൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂഫിൽ ബ്ലാക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ബ്ലാക്ക് എലമെൻറ്റ് കണ്ടില്ലേ, ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും സൈഡ് മിറേഴ്സും പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്രോസിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി 90. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 90ലും കൂടുതൽ വരുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം കുറച്ചുകൂടെ ഡോറ് ബെൻഡായി നിൽക്കുന്ന പോലെ തോന്നുന്നു. 90 ഡിഗ്രി ഡോസാണ്. സോ എത്ര ഉള്ളിലോട്ട് കയറാനും പുറത്തോട്ട് ഇറങ്ങാനും ഭയങ്കര കൺവീനിയൻ്റ് ആണ്. ഡോറില്ല എന്നുള്ളൊരു ഫീല് വരെ നമുക്ക് കിട്ടും. കാരണം അത്രയും സ്പേസ് ഉണ്ടാവും. എത്ര സൈസുള്ള ആളുകൾക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ഉള്ളിലോട്ട് കയറാം, പുറത്തോട്ട് ഇറങ്ങാം. അതാണ് മെയിൻ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് കീലെസ് എൻട്രി അവൈലബിൾ ആണ്. റിയർ ഡോർ ആസ് യൂഷ്വൽ നമുക്ക് ഇതിൻ്റെ ഡോർ ഹാൻഡിൽസ് ഇവിടെ വരുന്നത്. റൂഫ് ബ്ലാക്കിൻ്റെ കാര്യം പറഞ്ഞു. പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ആ പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഇവിടെ വരുന്നുണ്ട്. നമ്മളുടെ ബാക്കിയുള്ള ടാറ്റ മോഡൽസിൽ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മളുടെ ഹാരിയറിൽ ഒരു ചെറിയൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട് സൈഡിലൊക്കെ. അതുപോലത്തെ ഉള്ളൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് പുറകിലും വരുന്നത്. ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ബൂട്ടാണ്. ഏകദേശം 357 ലിറ്റേഴ്സ് ആണ് തോന്നുന്നു, ഇഫ് ഐ എം നോട്ട് റോങ്. ആ റേഞ്ചിലാണ് ബൂട്ട് സ്പേസ് വരുന്നത്. ഡീസൻ്റ് ആയിട്ടുള്ള ബൂട്ട് സ്പേസ് ആണ്. ഒരു രീതിക്കുള്ള കംപ്ലയിൻസും ഇല്ല. ബൂട്ട് കുറച്ച് ഈ ഒരു എന്താ പറയുക, ബൂട്ട് ലിഡിൻ്റെ ഹൈറ്റ് ഉണ്ടല്ലോ കുറച്ച് കൂടുതലാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു ഭാഗം കുറച്ച് താഴോട്ട് ആ ഡിസൈനിലുള്ള ഒരു സ്പെസിഫിക്കേഷനാണ്. അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു പൊടിക്ക് താഴെയാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരുന്നു എന്ന് പറയുന്നു. പക്ഷേ ഹാച്ച് ബാക്ക് കാറ്റഗറിയിൽ നോക്കുമ്പോൾ ഒരു രീതിക്കുള്ള പ്രോബ്ലംസും ഇല്ല. സ്പ്ലിറ്റ് സീറ്റ് ഒന്നും അല്ല കേട്ടോ, റിയർ സീറ്റ് കംപ്ലീറ്റ് ബെഞ്ച് സീറ്റ്സ് ആണ്. ഇതൊക്കെയാണ്. റിയറിൽ വൈപ്പർ വരുന്നുണ്ട്. സോ ഓവറോൾ ഡിസൈനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അൾട്രോസ് ശരിക്കും പറഞ്ഞാൽ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ്. നല്ല പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. മെയിനായിട്ട് വെഹിക്കിളിന് വിട്ടുള്ളത് കാരണം ഉള്ളിലുള്ള ആ ഒരു സ്പേസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇനി പ്രീമിയം ഹച്ച് ബാക്ക് ആയിട്ട് പോലും ഷാർക്ക് ഫിൻ ആന്റിന കൊടുക്കാതെ പഴയ ടൈപ്പ് ആന്റിന ആയത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഷാർക്ക് ഫിൻ ആന്റിന ഒരു വലിയ മിസ്സാണ്. കാരണം ഒരു പ്രീമിയം ഹച്ച് ബാക്ക് ആയത് കാരണം ഷാർക്ക് ഫിൻ ആന്റിന വേണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഉള്ളിലത്തെ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു കാണിച്ചു തരാം. സോ അൾട്രോസിൻ്റെ ഇൻറ്റീരിയേഴ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ മേജർ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്രേ മിക്സ്ഡ് ഇൻറ്റീരിയേഴ്സ് ആണ്. ബ്ലാക്ക് ആൻഡ് ലൈറ്റ് ഗ്രേ മിക്സ്ഡ് ഇൻറ്റീരിയേഴ്സാണ് വരുന്നത്. അതുപോലെ ലെതർ സീറ്റ്സ് വരുന്നുണ്ട്. ലെതർ സീറ്റ്സ് കുറച്ചുകൂടെ പ്രീമിയം ആയിട്ടുണ്ട്, കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുണ്ട്. അതുപോലെ ഈ സ്റ്റിച്ചിങ് ഒക്കെ കാണാൻ കുറച്ച് നന്നായിട്ടുണ്ട്. അതുപോലെ ഒരു ടോൾ ഗിയർ ലിവറാണ് വരുന്നത്, ആസ് യൂഷ്വൽ അൾട്രോസിൽ വരുന്നത് പോലെ തന്നെ. ടെർബോ വേരിയൻ്റ് ആയത് കാരണം നമുക്കൊരു സ്പോർട്ട് മോഡ് കൂടെ അവൈലബിൾ ആണ്. സ്പോർട്ട് മോഡ് അതുപോലെ തന്നെ സിറ്റി മോഡ്, ഈ 2 മോഡ്സാണ് അവൈലബിൾ. അതല്ലാതെ ഇതിലിപ്പോൾ കൺവീനിയൻറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സ് പറയാം. കാരണം എല്ലാ ഫീച്ചേഴ്സും എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അൾട്രോസ് ഓൾറെഡി നമ്മൾ കണ്ടൊരു വെഹിക്കിളാണ്, നമ്മൾ ഓൾറെഡി റിവ്യൂവും ചെയ്തിട്ടുണ്ട്. നല്ല ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള കൂൾഡ് ഗ്ലൗ ബോക്സാണ് വരുന്നത്. ഇവിടെ കപ്പ് ഹോൾഡേഴ്സും നല്ല സ്പേസ് വരുന്നുണ്ട്. ഇവിടെ ഒരു അഡീഷണൽ നമുക്ക് ഒരു റാക്ക് കൂടെ വരുന്നുണ്ട്. അത് എനിക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നി, ആ ഒരു സെഗ്മെൻറ്റ്, അതായത് ആ ഒരു കൂൾഡ് ഗ്ലൗ ബോക്സിൻ്റെ ഒരു ഭാഗം. അതുപോലെ തന്നെ നമുക്കിത് ഇവിടെ ഒരു മൊബൈൽ പാഡ് വരുന്നുണ്ട്. ഈ ഒരു ഏരിയ ഭയങ്കര സ്പേഷ്യസ് ആയിട്ട് തോന്നി. അതുപോലെ തന്നെ സ്പോർട്ട് മോഡിൻ്റെ സ്വിച്ച് ഇവിടെയാണ് വരുന്നത്.
12 വോൾട്ട് ചാർജിങ്, എക്സ്പ്രസ് കൂൾ, ബ്ലാ ബ്ലാ ബ്ലാ, ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽ എല്ലാം ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു വൈഡ് സ്റ്റാൻഡ്സ് ഉണ്ടല്ലോ, ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കാറാണ് അൾട്രോസ്. ആ വിഡ്ത്ത് കാരണം ഉള്ളിലിരിക്കുന്നവർക്ക് നല്ല രീതിക്കുള്ള ഷോൾഡർ റൂമും കാര്യങ്ങളും കിട്ടും. അതാണ് എൻ്റെ ഒരു ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ. ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീലാണ്. അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ നമുക്ക് ഒരു എന്താ പറയുക, ലെഫ്റ്റിൽ ഒരു LCD ഡിസ്പ്ലേ, അതുപോലെ തന്നെ റൈറ്റിൽ അനലോഗ് സ്പീഡോമീറ്റർ വരുന്നത്. വളരെ നീറ്റായിട്ടുണ്ട് അത് കാണാനായിട്ട്. ഇതൊക്കെയാണ് എൻ്റെ ഒരു ഫേവറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുമാത്രമല്ല സ്ലൈഡിങ് ആംറസ്റ്റ് ആണ്, അതും ഒരു യൂസർ ഫ്രണ്ട്ലി ആണ് എന്ന് തന്നെ പറയണം. പക്ഷെ ആംറസ്റ്റിൻ്റെ ഉള്ളിൽ സ്പേസ് ഇല്ല, അതൊരു പ്രോബ്ലം ഉണ്ട്. ഓവറോൾ ഫിറ്റ് ആൻഡ് ഫിനിഷ്, അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസ്, ഇതൊക്കെ അടിപൊളിയാണ് എന്ന് തന്നെ പറയണം. മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹർമാൻ കാർഡൻ മ്യൂസിക് സിസ്റ്റം. അതിൽ അഡീഷണൽ ആയിട്ട് എന്താ പറയുക, ഈ ഒരു പില്ലറിൽ ഒരു സ്പീക്കർ കൂടെ വരുന്നുണ്ട്, ട്വീറ്ററോ അങ്ങനെയുള്ള ഒരു സെറ്റപ്പാണ്. ഹർമാൻ്റെ മ്യൂസിക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാനായിട്ട് അടിപൊളിയാണ്. ആ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ബ്ലൂ ആംബിയൻറ്റ് ലൈറ്റിംഗ് കൂടെ വരുന്നുണ്ട്. അൾട്രോസിൽ പുതിയൊരു കളർ വരുന്നുണ്ട്, ആ ഒരു ബ്ലൂ കളർ, ഒരു സ്കൈ ബ്ലൂ സോർട്ട് ഓഫ് കളർ. അതാണ് വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അൾട്രോസ് കീ, വെയറബിൾ കീ, ഇത് നമുക്ക് എന്താ പറയുക, ഇത് ജസ്റ്റ് ഇങ്ങനെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കീലെസ് എൻട്രിയിലൂടെ നമുക്ക് ഉള്ളിലോട്ട് വരാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് എല്ലാം കംഫർട്ടബിൾ ആണ്. ഡ്രൈവർ സൈഡ് സീറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. ഇതൊക്കെയാണ് മെയിനായിട്ട് പറയേണ്ടത്. ഇനി പുറകിലത്തെ സീറ്റിൻ്റെ ഒരു കംഫർട്ട് എങ്ങനെയാണെന്ന് ഒന്നുകൂടെ നമുക്കൊന്ന് നോക്കാം. എക്സാക്ട്ലി എത്ര സ്പേസ് ഉണ്ട് എന്ന് കാണിക്കണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഫ്രണ്ട് സീറ്റ് ഒരു ഇഞ്ച് പോലും ഞാൻ മൂവ് ചെയ്ത പുറകിലോട്ട് വന്നത്. ഫ്രണ്ട് സീറ്റ് എൻ്റെ കോൺഫിഗറേഷനിലാണ് വെച്ചിട്ടുള്ളത്. 6 ഫൂട്ടിനേക്കാളും ഒരു പൊടിക്ക് കൂടുതലുണ്ട് എന്ന് പറയണം. 6 അടി എന്ന് വെക്കാം. അപ്പോഴും വലിയ ടൈറ്റ്നസ് ഒന്നുമില്ല. ലെഗ് റൂമിൽ കംഫർട്ടബിൾ ആയിട്ടിരിക്കാം. ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 6 അടി ഉയരമുള്ള ഒരാൾ പുറകിൽ ഇരിക്കുകയാണ് എങ്കിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുമ്പോൾ ഹെഡ് റൂമിൽ ചെറിയൊരു ടൈറ്റ്നസ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. മുട്ടുന്നില്ല, പക്ഷേ സ്റ്റിൽ എന്താ പറയുക, ചെറിയൊരു ടൈറ്റ്നസ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് തന്നെ പറയണം. അതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ സീറ്റ്സ് കംഫർട്ടബിൾ ആണ്. അണ്ടർ തൈ സപ്പോർട്ട് അത്രത്തോളം ഇല്ല, എന്നാലും സീറ്റ്സ് കുഴപ്പമില്ല, കംഫർട്ടബിളായിട്ട് 3 ആൾക്ക് ഇരിക്കാം. ഫ്ലാറ്റ് 4 ആണ്. 2 AC വെൻസ് വരുന്നുണ്ട്, ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. ഹെഡ് റെസ്റ്റ് കംഫർട്ടബിൾ ആണ്, ഹാൻഡ് റെസ്റ്റ് കംഫർട്ടബിൾ ആണ്. ഓവറോൾ അൾട്രോസിനെ കുറിച്ച് വലിയ കംപ്ലൈൻസ് ഒന്നും പറയാനില്ല. പുതിയതായിട്ടും വലിയ കാര്യങ്ങളൊന്നും റിയർ സീറ്റ്സിനെ കുറിച്ച് പറയാനില്ല. ലെതർ സീറ്റ്സാണ് വരുന്നത് എന്നുള്ളതാണ് ഫ്രണ്ടിലും ബാക്കിലും. അതുപോലെ തന്നെ ഐറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണക്റ്റഡ് കാർ ടെക്നോളജി വരുന്നുണ്ട്. ഫോണിലൂടെ തന്നെ നമുക്ക് ജിയോ ഫെൻസിങ് ചെയ്യാൻ പറ്റും, നാവിഗേഷൻ വെഹിക്കിൾ എവിടെയുള്ളതെന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട് ഐറ കണക്റ്റഡ് കാർ ടെക്നോളജിയിൽ. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട് അതിൽ. അതായത് എത്രയാണ് റേഞ്ച് ഉള്ളതെന്ന് കാണിക്കാൻ പറ്റും. അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. അതാണ് എബൌട്ട് ഐറ. ഐറനെ കുറിച്ച് ഡീപ്പായിട്ട് സംസാരിക്കണമെന്നില്ല, പക്ഷേ ഡീപ്പായിട്ട് സംസാരിക്കേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടെർബോൻ്റെ പെർഫോമൻസിനെ കുറിച്ചാണ്. സോ നമുക്ക് വണ്ടി ഓടിക്കാം. അൾട്രോസ് ടെർബോ ഓടിക്കുകയാണ്. അൾട്രോസ് എപ്പോഴും ഓടിക്കുമ്പോൾ ഉള്ള ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ഫീലാണ്. കാരണം നമുക്ക് കുറച്ച് വിത്തുള്ള ഒരു കാറായത് കാരണം നമുക്ക് നല്ല ഒരു എന്താ പറയുക, കോൺഫിഡൻസ് വരുന്നുണ്ട്. അതായത് റോഡിനോട് ചേർന്ന് നിൽക്കും. അതുപോലെ തന്നെ ഹൈ സ്പീഡിലാണെങ്കിലും കുറച്ച് പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഫീല് കിട്ടും ഓടിക്കുമ്പോൾ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി കുറച്ച് കൂടുതലായിരിക്കും അങ്ങനെയുള്ള വെഹിക്കിൾസിന്. അതുപോലെ തന്നെ ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലിൻ്റെ ഫീഡ്ബാക്ക് അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഇത് ടെർബോ വേരിയൻ്റ് അല്ലേ. പക്ഷെ അതല്ലാതെ നോക്കിക്കഴിഞ്ഞു വെച്ചാൽ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ് ആയത് കാരണം നമുക്ക് നമ്മളുടെ പൊസിഷനനുസരിച്ച് സീറ്റിംഗ് പൊസിഷൻ പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ്. എന്താണ് മിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് അത് തന്നെയാണ് വലിയൊരു മിസ് എന്ന് പറയുന്നത്. അതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ മോർ ഓർ ലെസ്
സെയിം തന്നെയാണ്. ഐറ കണക്റ്റഡ് കാർ ഫീച്ചർ വരുന്നുണ്ട്. ഒരു ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് കൂടെ കൊടുക്കായിരുന്നു. ഹാരിയർ ഫസ്റ്റ് ലോഞ്ച് ചെയ്തപ്പോൾ മാനുവലിൽ മാത്രം ലോഞ്ച് ചെയ്തു. പിന്നെ ഓട്ടോമാറ്റിക് ലോഞ്ച് ചെയ്തപ്പോൾ സെയിൽസ് ഭയങ്കര ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 50% ഓട്ടോമാറ്റിക് ആയിരുന്നു സെയിൽസ്. അതുമാത്രമല്ല, ഹാരിയർ എന്ന് പറയുന്ന ഒരു പ്രീമിയം SUV 2020 ശരിക്കും പറഞ്ഞാൽ 2019 കമ്പയർ ചെയ്യുമ്പോൾ സെയിൽസ് 3 ഇരട്ടിയായി. സോ അതുപോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ മിസ്സാണ് ഓട്ടോമാറ്റിക് എന്ന് തന്നെ ഞാൻ എടുത്തു പറഞ്ഞോട്ടെ. സോ നമ്മളിപ്പോൾ ഒരു സിഗ്നലിൽ സ്റ്റോപ്പ് ചെയ്യാണ്. അൾട്രോസ് ടെർബോയില് നമുക്ക് ഒരു സ്പോർട്ട് മോഡ് അവൈലബിൾ ആണ്, ഒരു സിറ്റി ഡ്രൈവിംഗ് മോഡ് കൂടെ അവൈലബിൾ ആണ്. സോ സ്പോർട്ട് മോഡിൽ ഞാൻ ഇട്ടിരിക്കുകയാണ്. സ്പോർട്ട് ഡ്രൈവ് മോഡ് ആക്ടിവേറ്റഡ്. അതുപോലെ തന്നെ നമുക്ക് വോയിസ് കമാൻഡ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. വോയിസ് കമാൻഡ് നമുക്ക് ഹിന്ദിയിലും പറയാം, ഇംഗ്ലീഷിലും പറയാം. അതുപോലെ തന്നെ ഹിന്ദിയും ഇംഗ്ലീഷും മിക്സ് ആയിട്ടും പറയാം. അത് സിസ്റ്റം അണ്ടർസ്റ്റാൻഡ് ചെയ്യും എന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. സോ ഞാനിപ്പോൾ ഹിന്ദി ഇംഗ്ലീഷും ഒന്നും പറഞ്ഞ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരാളാണ് ഞാൻ പേഴ്സണലി. അതേപോലെ തന്നെ ഐറ കണക്റ്റഡ് കാർ ടെക്നോളജി, ഫോണിലൂടെ എത്ര ഫ്യൂൽ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഫോണിലൂടെ കാർ എവിടെയാ ഉള്ളത് എന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഫീച്ചറാണ്. ഓഫ് കോഴ്സ് ഐ അഗ്രി, അതൊരു GPS ഇനേബിൾഡ് ഫീച്ചറാണ്. പക്ഷെ ബാക്കി ഫീച്ചേഴ്സൊക്കെ എത്രത്തോളം യൂസ്ഫുൾ ആണ് എന്ന് എനിക്കറിയില്ല. പേഴ്സണലി ഞാൻ യൂസ് ചെയ്യാറില്ല. സോ നമ്മളിപ്പോൾ ടെർബോന്റെ പെർഫോമൻസിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. 1.2 ലിറ്റർ റെവോട്രോൺ എഞ്ചിൻ, അതുപോലെ തന്നെ 1.5 ലിറ്റർ ടർബോ ചാർജ്ഡ് ഡീസൽ. ഈ രണ്ടിലും ഒരു പഞ്ചി പെർഫോമൻസ് ആയിരുന്നില്ല അൾട്രോസിന് ഫ്രം ദ ബിഗിനിങ്. സോ അതുകൊണ്ടാണ് ഈ ഒരു ഐ ടെർബോയിൽ വരുന്നത് നമുക്ക് 1.2 ലിറ്റർ ടർബോ ചാർജ്ഡ് പെട്രോൾ ആണ്, 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ. അതിൽ നമുക്ക് 110 PS പവറും 140 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്കും. എഫിഷ്യൻസി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 18.13 കിലോമീറ്റർ പെർ ലിറ്റർ ആണ് മൈലേജ് വരുന്നത്. പക്ഷെ ടെർബോ ആയത് കാരണം കുറച്ച് ഡ്രോപ്പ് ഉണ്ടാവും എന്നാണ് അത് കമ്പനി ക്ലെയിംഡ് മൈലേജ് ആണ്. അതുപോലെ ഡീസലിന്റെ മൈലേജ് നോക്കിക്കഴിഞ്ഞാൽ 25 കിലോമീറ്റർ പെർ ലിറ്റർ ആണ്. അടിപൊളി മൈലേജ് അല്ലേ. നോർമൽ പെട്രോളിൽ നോക്കിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ 19 സംതിങ്. സോ ഇങ്ങനെയൊക്കെയാണ് സ്പെസിഫിക്കേഷൻ. ഇനി വെഹിക്കിൾ ഓടിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയേണ്ടത്. ഗ്രീൻ സിഗ്നൽ വീഴാനായി ഞാൻ കാത്തിരിക്കുകയാണ്. ഒരു അടിപൊളി ലോഞ്ചാണ്. സ്പോർട്ട് മോഡിൽ ഇടുമ്പോൾ നമുക്ക് 5800 വരെ നമുക്ക് പോകുന്നുണ്ട്. 5500ന്റെ മുകളിൽ ചെറുതായിട്ട് പോകുന്നുണ്ട്. 5800 ആണ് എന്ന് തോന്നുന്നു. എന്താ പറയാ, റവ് ലിമിറ്റ് വരുന്നത് അത്രയാണ് തോന്നുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പഞ്ച് കിട്ടുന്നുണ്ട് ഇനീഷ്യൽ ആക്സലറേഷനിൽ. 12 സെക്കൻഡോളം എടുക്കുന്നുണ്ട്. 12 സെക്കൻഡിൽ കുറച്ച് താഴെയാണ് 0 to 100 വരുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10 സെക്കൻഡിൽ താഴെ ആവണമായിരുന്നു 0 to 100. കുറച്ചുകൂടെ ആക്സലറേഷൻ വേണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പ്രത്യേകിച്ച് ഇതൊരു ടെർബോ വേരിയന്റ് ആയത് കാരണം. ടെർബോ വേരിയന്റ് അല്ല എങ്കിൽ ഞാൻ ആ പോയിന്റ് പറയില്ല. പിന്നെ അൾട്രോസിൽ എനിക്ക് വേറെ ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയോ, ഈ ഗിയർ ലിവറുടെ ഹൈറ്റ് കൂടുതലാണ്. ഗിയർ ലിവറുടെ ഹൈറ്റ് കൂടുതലാവുമ്പോൾ ഗിയർ ലിവർ ത്രോ അടിപൊളിയായിരിക്കും. അതുപോലെ തന്നെ ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി ഈ കാറിന് എക്സലന്റ് ആണ് എന്ന് തന്നെ പറയണം. കാരണം വീതിയുള്ളൊരു കാറായത് കാരണം. പിന്നെ അത്യാവശ്യം റോഡ് അൻഡുലേഷൻസ് അല്ലെങ്കിൽ റോഡ് എങ്ങനെയുള്ള പാച്ച് ഉള്ള റോഡാണെങ്കിലും അല്ലെങ്കിൽ കുറച്ച് മോശമായിട്ടുള്ള റോഡാണെങ്കിലും നല്ല രീതിക്ക് എന്താ പറയുക സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റൈഡാണ് അൾട്രോസ് ഓഫർ ചെയ്യുന്നത്. സ്റ്റിയറിംഗിന്റെ കാര്യം പറയുകയാണെങ്കിൽ സ്റ്റിയറിംഗ് ലോ സ്പീഡിലും കുറച്ച് ഹെവി ആയിട്ട് തോന്നുന്നുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് ഒരു 90 എബോവിലാണ് ഓടിക്കുന്നത്. പക്ഷേ ലോ സ്പീഡിലും ഇതേ ഹെവിനെസ് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയണം. അത് കുറച്ച് ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യണമായിരുന്നു. സ്റ്റിയറിംഗ് ബെസ്റ്റ് ആണ് എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. അതായത് കമ്പാരിറ്റീവ്ലി അൾട്രോസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ i20 ടെർബോ കുറച്ചുകൂടെ ലൈറ്റർ ആയിട്ട് ഫീൽ ചെയ്യും. പോളോ ലൈറ്റർ ആയിട്ട് ഫീൽ ചെയ്യില്ല. പക്ഷെ പോളോ കുറച്ചുകൂടെ കൂടുതൽ പവർ, കൂടുതൽ പഞ്ചി പെർഫോമൻസ്, അതുപോലെ തന്നെ കുറച്ചുകൂടെ എന്താ പറയുക ഡൈനാമിക്സ് നോക്കിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സ്ട്രെയിറ്റ് റോഡ് മാത്രമല്ല, ഒരു എന്താ പറയുക ബെൻഡും കേർവി ആയിട്ടുള്ള റോഡാണെങ്കിലും നല്ല രീതിക്ക് ഉള്ള പെർഫോമൻസ് പോളോയിൽ വരും. ശരിക്കും പറഞ്ഞാൽ നമ്മളിതൊരു വളരെ ക്വിക്ക് ആയിട്ടുള്ളൊരു ഡ്രൈവാണ്. കുറച്ച് നമുക്ക് സ്ട്രെയിറ്റ് റോഡിലാണ് നമ്മളിപ്പോൾ ഓടിക്കുന്നത്. കുറച്ച് നമ്മൾ പോക്കറ്റ് റോഡ്സ് അതുപോലെ തന്നെ
നല്ല ടേണിംഗ് ഉള്ള റോഡ്സിൽ ഒന്ന് ഓടിച്ചു നോക്കുമ്പോഴേ നമുക്ക് കുറച്ചുകൂടെ ഇതിന്റെ ഡൈനാമിക്സ് എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കുള്ളൂ. പക്ഷേ ഫ്രം ദ ബിഗിനിങ് അൾട്രോസ് എന്ന് പറയുന്നത് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാറാണ്. കുറച്ച് പഞ്ചി പെർഫോമൻസിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ടെർബോ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അൾട്രോസ് ഓടിക്കുമ്പോൾ വേറൊരു കാര്യം എന്താണെന്നറിയോ, ഹൈ ടോർക്ക് നമുക്ക് 140 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്കാണ്. അത് ശരിക്കും പറഞ്ഞാൽ ലോ RPM തൊട്ടിട്ട് അവൈലബിൾ ആണ്. സോ സിറ്റി ക്രൂസിങ്ങിന് അടിപൊളിയായിട്ട് പറ്റും. ടെർബോ വേരിയന്റ് ആണെങ്കിൽ പോലും വളരെ കംഫർട്ടബിൾ ആയിട്ട് സിറ്റിയിൽ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഹൈ ടോർക്ക് ഉള്ളത് കാരണം കൊണ്ട് തന്നെ നമുക്ക് നല്ല മൈലേജ് കിട്ടും. എന്താ പറയുക, ഫ്രീക്വന്റ് ഗിയർ ഷിഫ്റ്റ്സ് ആവശ്യം ഇല്ല. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഗിയർ ലിവറുടെ ഒരു ലെങ്ത് കാരണം കുറച്ച് ഗിയർ മാറ്റാനായിട്ട് നല്ലൊരു ഫീല് കിട്ടുന്നുണ്ട്. അൾട്രോസ് എങ്ങനെയാണ് ചെറിയ പോക്കറ്റ് റോഡ്സിലും അതിന്റെ എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളെന്ന് അറിയാൻ ഞാനൊരു ആക്ച്വലി ചെറിയ രീതിക്ക് അണ്ടർസ്റ്റിയർ ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചതിനേക്കാളും ബെറ്റർ ആണ്. പ്രത്യേകിച്ച് ഇതൊരു വിട്ടുള്ള കാറായത് കാരണം നമുക്ക് ബോഡി റോൾ അത്രത്തോളം ഫീൽ ആവുന്നില്ല എന്ന് തന്നെ എടുത്തു പറയണം. പക്ഷെ ഓവറോൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞോട്ടെ, ഞാനിപ്പോൾ അൾട്രോസ് എന്താ പറയുക, എല്ലാ രീതിയിലുള്ള ഒരു കണ്ടീഷൻസിൽ ഓടിച്ചു. സിറ്റിയിൽ കുറച്ച് ഓടിച്ചു. മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയോ, കംഫേർട്ട് അതുപോലെ തന്നെ സ്പേസ്, ലക്ഷറി എല്ലാം കൂടിയുള്ള ആ ഒരു കംഫേർട്ട് ഫാക്ടറാണ് അൾട്രോസ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഓഫർ ചെയ്യുക എന്നുള്ളത് ഞാൻ ഒന്നുകൂടെ എടുത്ത് പറഞ്ഞോട്ടെ. അതുപോലെ പെട്രോൾ എൻജിനിൽ വരുന്ന ഒരു പവർ വരുന്ന ഒരു ഡിപ്പ് കവർ ചെയ്യാനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ടെർബോ വന്നിരിക്കുന്നത്. ആ ഒരു പവർ ഗ്യാപ്പ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു പവർ കുറവാണ് എന്നുള്ളൊരു ഫീല് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ടെർബോ വന്നിരിക്കുന്നത്. സോ കുറച്ചുകൂടെ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ്, അല്ലെങ്കിൽ പവർ കുറവാണ് എന്ന് ഫീൽ ചെയ്യുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ ടെർബോയിലോട്ട് വരാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൾട്രോസിന്റെ മെയിൻ USP എന്ന് പറയുന്നത് സേഫ്റ്റി, കംഫേർട്ട്, സ്പേസ്, ഈ ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള ഇന്റീരിയേഴ്സ്, ഇതൊക്കെ തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അൾട്രോസിന്റെ റിവ്യൂല്, ഇതിന്റെ ക്യാമറ ക്ലാരിറ്റി ഒരു പൊടിക്ക് കൂട്ടായിരുന്നു. ഓഫ് കോഴ്സ് നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് ഒക്കെ വെച്ചിട്ട് ഡീസെന്റ് ആയിട്ടുള്ള ഒരു ക്യാമറയാണ്. പക്ഷേ ബെസ്റ്റ് ആയിട്ടുള്ള ക്യാമറയല്ല എന്ന് ഞാൻ പറയും. കുറച്ച് ഒരു പൊടിക്ക് ക്യാമറ ക്ലാരിറ്റിയും കൂടെ കൂട്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ അൾട്രോസ് ടെർബോന്റെ കൺക്ലൂഷനിൽ എനിക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാ പെട്രോൾ എഞ്ചിൻ അതുപോലെ തന്നെ ഡീസൽ എഞ്ചിൻ വെച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമൻസ് നല്ല രീതിക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ത്രില്ലിംഗ് ടു ഡ്രൈവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ. പക്ഷേ പോളോ ലെവൽ ഓഫ് ഒരു എന്തൂസിയാസ്റ്റിക് ഡ്രൈവിംഗ് അൾട്രോസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡ്രൈവ് ഇംപ്രഷൻസിൽ ഇല്ല എന്ന് തന്നെ പറയണം. അതുപോലെ തന്നെ ഇതിലൊരു മേജർ മിസ്സാണ് ഓട്ടോമാറ്റിക് വേരിയൻറ്റ് അൾട്രോസിൽ. ഈ ടെർബോ ലോഞ്ച് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതിലൊരു ഓട്ടോമാറ്റിക് വേരിയൻറ്റ് കൂടെ കൊടുക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ബിക്കോസ് ആസ് ഓഫ് നൗ നമുക്ക് 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സിൽ മാത്രമാണ് അൾട്രോസ് ടെർബോ അവൈലബിൾ. പക്ഷേ സേഫ്റ്റി വൈസ് വളരെ അടിപൊളിയായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് അൾട്രോസ്. ഡിസൈൻ വൈസ് ഓൾസോ നമുക്ക് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളൊരു ഡിസൈനാണ്, സ്പേഷ്യസ് ആണ്, ലക്ഷൂറിയസ് ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സാണ്. ഇതിൽ മിസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. അതുപോലെ തന്നെ ഒരു ത്രില്ലിംഗ് ടു ഡ്രൈവ് എന്നുള്ളൊരു ഫാക്ടർ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പോളോൻ്റെ ലെവലിലോട്ട് എത്തുന്നില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. പക്ഷേ ആക്ച്വലി ഞാൻ പ്രൈസസിന് വെയിറ്റ് ചെയ്യാണ്. ഇനിയൊരു 2 ദിവസത്തിനകത്ത് അൾട്രോസിൻ്റെ ലോഞ്ച്, ഇത് ഒരു പ്രീ ലോഞ്ച് ഡ്രൈവാണ്. 2 ദിവസത്തിനകത്ത് പ്രൈസസ് നമുക്ക് റിവീൽ ചെയ്യും. പ്രൈസസ് റിവീൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം കോമ്പറ്റീറ്റീവ് പ്രൈസിങ് ആണ് എന്നുള്ളത്. ബിക്കോസ് പ്രൈസിങ് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പ്രൈസിങ് കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടെ ബെറ്ററായിട്ട് നമുക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും ഏതാണ് ഒരു ബെറ്റർ ഹാച്ച് ബാക്ക് എന്ന് പറയുന്നത്. അതേപോലെ എത്രയും പെട്ടെന്ന് പോളോ i20 ടെർബോ, അൾട്രോസ് ടെർബോ ആയിട്ട് നമ്മളൊരു കമ്പാരിസൺ ചെയ്യുന്നതായിരിക്കും. ബിക്കോസ് ബാക്ക് ടു ബാക്ക് നമ്മൾ 3 കാറും ഓടിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു, ബൈ.